ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ മാസ് മസാല റിലീസായിട്ടുള്ള കറുപ്പ്, സൂര്യ അഭിനയിച്ച് ബോക്സ് ഓഫീസിൽ വളരെ വലിയ ഇനീഷ്യൽ കളക്ഷനോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ. തിയേറ്റർ ഗൂസ് ബം മൊമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറി കണ്ടു. ഇതിനകത്ത് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, റിവേഴ്സ് തോട്ട് പ്രോസസ്സിലൂടെയാണ് ഇവർ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. സ്ക്രിപ്റ്റും കൺസെപ്റ്റും ഒക്കെ കുറേ തലപുകഞ്ഞ് ആലോചിച്ച് പണിയെടുത്തതാണ്. അതിൽ ഇതിൻ്റെ രചയിതാക്കൾ അഭിനന്ദനം അർഹിക്കുന്നു. സ്വതവേ തമിഴ്, തെലുങ്ക് മാസ് മസാല സിനിമകൾ നേരിടുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരുന്ന നായകന്മാർക്ക് അതിമാനുഷിക കഴിവുകൾ ഉണ്ട്, അവരുടെ ആക്ഷൻ സീക്വൻസുകളൊക്കെ പറന്നു പോകും എന്നൊക്കെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ലോജിക്കലാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുതിയ ഒരു സാധനമാണ്. അപ്പോൾ ഈ അമാനുഷിക കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തി ഒരു ഓപ്ഷൻ സൂപ്പർ ഹീറോ ആണ്, അതൊരുപാട് പയറ്റി. ഇനിയുള്ളത് എന്താണ്, ഈ നായക കഥാപാത്രത്തെ ദൈവമാക്കുക. ദൈവം ക്യാൻ ഡു എനിത്തിങ്, ജസ്റ്റ് ഗോഡ് തിങ്സ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എഴുതിയ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് കൊണ്ട് നിറഞ്ഞ ഒരു സ്പൂഫ് മൂവിയാണ് കറുപ്പ് എന്ന് ഞാൻ പറയും. ഇതിനകത്ത് ഒരുപാട് രസകരമായ കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഹിറ്റ് തമിഴ് സിനിമകളുടെ ക്യാരക്ടറുകളും മ്യൂസിക്കുകളും സിറ്റുവേഷൻസും ഒക്കെ ഇതിനകത്ത് റെഫറൻസുകളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇത് രസമുണ്ട്, കാണാൻ രസമുണ്ട്, നല്ല സിനിമ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ എനിക്ക് കയ്യിൽ നിന്ന് പോയതായിട്ടാണ് തോന്നിയത്. പിന്നെ സംവിധായകൻ എന്നുള്ള രീതിയിൽ RJ ബാലാജി വളരെ കൃത്യമായ രീതിയിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നടൻ എന്ന രീതിയിൽ പുള്ളി നന്നായിട്ട് ചെയ്തു. പക്ഷേ ദൈവമായി അവതരിച്ച് സൂര്യയുടെ എഗെയിൻസ്റ്റ് നിൽക്കാൻ മാത്രം ഉള്ള ഒരു വില്ലനിയസ് ഓറ പുള്ളിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്തില്ല. ഒരു ഗത്ത് നമുക്ക് വേണ്ടേ, അത് കിട്ടിയില്ല. ഇപ്പോഴാണ് നമുക്ക് സോക്കോൾഡ് തമിഴ് വില്ലന്മാരുടെയൊക്കെ ആ ഒരു ഓറ നമുക്ക് മിസ്സാവുന്നത്. RJ ബാലാജി ഇത് ചെയ്തു വന്നപ്പോഴാണ്. അത് എന്തുകൊണ്ടോ എനിക്ക് വർക്കായില്ല. ആ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, രസമൊക്കെ ഉണ്ട്. പുള്ളിയുടെയാണ് കഥ, തുടക്കം മുതൽ അവസാനം വരെ പുള്ളിയാണ്. ഈ സ്ക്രീൻ ടൈമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് 100%, സൂര്യക്ക് 50% എന്നുള്ള ലെവലിലാണ് പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മാസ് മസാല സ്പൂഫ് മൂവിയായിട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം വരെ കണ്ടിരിക്കാവുന്ന ഒരു രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദൈവം ആയി അവതരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ എത്ര യുക്തിവാദിയായാലും നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യും? വടിവാളും തോക്കും ആക്സിഡൻസും ഒക്കെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു നായകനാണോ ദൈവം? എനിക്ക് അത് തോന്നിയില്ല. അതായത് ഉള്ള കളവിൽ ചതി എന്ന് പറഞ്ഞ പോലെ സംഭവം സ്പൂഫാണെങ്കിലും ഈ സ്പൂഫിൻ്റെ ഉള്ളിൽ ഒരു ലോജിക്ക് വേണ്ടേ? മൊത്തത്തിൽ ലോജിക്കില്ലാത്ത പടമാണ്. എന്നാൽ പോലും ദൈവമാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞു. ദൈവം ആദ്യം അവതരിക്കുന്ന സമയത്ത് വില്ലൻ മുട്ടിടിച്ച് തലകീഴായി നിന്ന് മുള്ളിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് പുള്ളി വടിവാളും തോക്കും കൊടുത്ത് വിടുവാണ്. അല്ലെങ്കിൽ ദൈവം സഞ്ചരിക്കുന്ന കാറിനെ ഇടിച്ച് പറപ്പിക്കാൻ വേണ്ടി ട്രക്കിനെ അല്ലെങ്കിൽ കാറുകളെ വിടുകയാണ്. അപ്പോൾ അത് ഓക്കെ, ഇതിനകത്ത് അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ദൈവമാണ് എന്ന് മറ്റാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീനുകളൊക്കെയാണ്. അത് ഒക്കെ സമ്മതിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ, ഫസ്റ്റ് ഹാഫ് വളരെ നല്ല രീതിയിൽ എൻഡായിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഇത് സ്പൂഫ് സിനിമയായിട്ട് മാറിയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിൽ ദൈവത്തിന് ആക്ഷൻ തല്ലി പിടിക്കണമെങ്കിൽ നോർമൽ വാം ലൈറ്റിൽ തല്ലി പിടിക്കില്ല, അതിനൊരു റെഡ് കളർ പാലറ്റ് ഇട്ട് ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ കുറേ തമാശകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ക്ലൈമാക്സിൽ ആസ് യൂഷ്വൽ നായകൻ്റെ ഇതിൽ നെഗറ്റീവ് കഥാപാത്രം അവതരിപ്പിക്കുന്ന ആരുടെ തല കൊയ്തെടുത്തുകൊണ്ട് പോസിറ്റീവ് കഥാപാത്രം അഭിനയിപ്പിക്കുന്ന സൂര്യ കഥ അവസാനിപ്പിക്കുന്നുണ്ട്. ഇത് മോശം മൂവിയാണെന്ന് ചോദിച്ചാൽ മോശം മൂവിയല്ല. ഒരുപാട് തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു മസ്റ്റ് വാച്ച് മൂവി ഒന്നല്ലെങ്കിലും ഒരു വൺ ടൈം വാച്ച് മൂവി തന്നെയാണ്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ചിരിക്കാനും ഇതിനും ഒക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ എന്ന നടന് ഒരു കംബാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. 24, മാട്രാൻ, കാപ്പാൻ തുടങ്ങി OTT റിലീസുകളായിട്ടുള്ള സൂര്യറൈ പോട്ടറും ജയ്ഭീമും ഒക്കെ സൂര്യ തകർത്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് സൂര്യ എന്ന നടന് ഒരു കംബാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി എവിടെയും പോയിട്ടില്ല. പക്ഷേ സൂര്യ എന്ന ക്രൗഡ് പുള്ളറിന് ഒരു കംബാക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഈ സിനിമയോട് കൂടിയിട്ട് കിട്ടുമായിരിക്കാം. പക്ഷേ
എനിക്കറിയില്ല ഇത് തമിഴ് ഓഡിയൻസിന് എത്രത്തോളം ഇതൊരു മാസ് മസാല സൂപ്പർ ഹിറ്റ് മൂവിയായിട്ട് തോന്നും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇത് അങ്ങനെ ഒരു വൻ ഭയങ്കര ഈ സംവിധായകൻ തിയേറ്ററിലിരുന്ന് ആർത്തട്ടഹസിച്ച് കരഞ്ഞ് ഓളിയിട്ട് സ്ക്രീൻ ചെയ്ത് വിജയം ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ റീൽസിൽ കണ്ടു ഞാൻ. അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ല. ഇതൊരു വൺ ടൈം വാച്ച് മാസ് മസാല മൂവി. പക്ഷേ ഒരു സൂര്യയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും, എന്നെപ്പോലെ സൂര്യയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് പടം തുടങ്ങുന്നത് ഒരുപാട് മലയാളം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ്. ഇന്ദ്രൻസ്, അനഘ, അജു വർഗീസ്, ശിവദ, ശ്വാസിക, ഇവരൊക്കെ നല്ല പ്രാധാന്യമുള്ള റോളുകളിൽ വന്നിട്ടുണ്ട്. ആർജ ബാലാജി ആണ് മെയിൻ വില്ലൻ വേഷം ചെയ്യുന്നത്. ഇത് ഒരു കോടതിയുടെ ബേസ് പ്ലോട്ട് മൊത്തം ഇരിക്കുന്നത്, തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ കോടതിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് നോർമൽ കോടതിയിൽ സംഭവിക്കുന്ന അനീതികളും നീതി നിഷേധങ്ങളും നീതി കിട്ടാനുള്ള സമയ കൂടുതലും എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു സിനിമ. അതിന് കോമഡിയുടെ മേമ്പൊടിയോടുകൂടി ഒരു സ്പൂഫ് ഫ്ലേവറിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമ. ഇത് തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാം. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇത് പടം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അത് ഓക്കെ, നമ്മൾ കുറച്ച് ഭാഗങ്ങൾ എൻജോയ് ചെയ്തു, അതിലപ്പുറം ഒന്നുമില്ല കാര്യമായിട്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കണ്ടു നോക്കാവുന്ന പടം തന്നെയാണ് കറുപ്പ്.